إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖ്ബിർനാ അൻ നഫ്സിക്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞു തരണം. പ്രവാചകനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന ഇൻദല്ലാഹി ഖാതമുൻ നബിയ്യീൻ. ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ അവസാനത്തെ നബിയാണ്, അഥവാ എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. വദഅവതു അബീ ഇബ്രാഹിം, എൻ്റെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പ്രതാപിയും അഗാധജ്ഞനുമായ അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, നീ ഇവർക്കിടയിൽ അഥവാ അറബികൾക്കിടയിൽ നിന്റെ വചനങ്ങളെ ഓതിക്കൊടുക്കുകയും വേദഗ്രന്ഥങ്ങളും ഹിക്മത്തും അവർക്ക് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ഹൃദയത്തെയും ജീവിതത്തെയും സംസ്കരിക്കുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് നീ നിയോഗിക്കണമേ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. മുഅ്മിനുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഔദാര്യമാണ്, നിഅമത്താണ് കാണിച്ചിട്ടുള്ളത്. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ്റെ ദൗത്യം എന്താണ്? ജനങ്ങൾക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കലും സുന്നത്തായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലും നല്ല മര്യാദകൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിക്കലുമാകുന്നു ആ പ്രവാചകൻ്റെ ദൗത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം ഈ ഉമ്മത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചിട്ടുള്ള കാരുണ്യവും ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചവനുമായ പ്രവാചകനാണ് ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വബിശാറതു ഈസാ ബി,
ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷ വാർത്ത അറിയിച്ച ആ പ്രവാചകനാണ് ഞാൻ. എന്താണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകളെ, ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്. തൗറാത്താകുന്ന വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു എന്നെ പ്രവാചകനായി നിയോഗിച്ചത്. അതിനു പുറമെ എനിക്ക് ഒരു ദൗത്യം കൂടി ചെയ്യാനുണ്ട്. എന്താണത്? വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരാനുള്ള ഒരു പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അന അഹ്മദു, ഞാനാണ് ആ അഹ്മദ്, ഞാൻ മുഹമ്മദുമാണ്, ഞാൻ അഹ്മദുമാണ്. അപ്പോൾ അഹ്മദായ, മുഹമ്മദായ, വാഴ്ത്തപ്പെട്ടവനായ ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ നിയോഗിതനായത് എന്ന് മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. ആ ഈസാ നബി ലോകത്തിന് നൽകിയ സന്തോഷ വാർത്തയാണ് ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. കാരണം മാനവ സമൂഹത്തെ എല്ലാ നന്മയിലേക്കും ക്ഷണിക്കുന്ന ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഇഹ്സാൻ എന്താണ്, ഇഖ്ലാസ് എന്താണ് എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ മാർഗദർശനവുമായി ബിൽ ഹുദാ വദീനിൽ ഹഖ്, സത്യത്തിൻ്റെ മാർഗവും അതേപോലെ തന്നെ സത്യത്തിൻ്റെ മതത്തെയും കൊണ്ട് നിയോഗിതനായ മഹാനായ പ്രവാചകൻ്റെ വരവ് എന്നത്, ആ പ്രവാചകൻ്റെ നിയോഗമെന്നത്, ആ പ്രവാചകൻ്റെ പ്രവാചകത്വം എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വറുഇയതു ഉമ്മി, എൻ്റെ ഉമ്മ കണ്ട സ്വപ്നവുമാണ് ഞാൻ. എന്താണ് ഉമ്മ കണ്ട സ്വപ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വിശദീകരിക്കുന്നു, റഅത് ഉമ്മി അന്നഹു യഖ്റുജു മിൻഹാ നൂറുൻ അദാഅത് മിൻഹാ ഖുസൂറുശ് ശാം. എൻ്റെ ഉമ്മ കണ്ട സ്വപ്നം എന്താണ്? മറ്റൊരു റിവായത്തിൽ ഹീന ഹമലത്, ഗർഭിണിയായ സന്ദർഭത്തിൽ, മറ്റൊരു റിവായത്തിൽ ഹീന വളഅത്, പ്രസവിച്ച സന്ദർഭത്തിൽ. എന്തോ ആകട്ടെ, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ എന്താണ് കണ്ടത്? സ്വപ്നത്തിൽ ഒരു പ്രകാശം തന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അത് ഷാമിലെ കൊട്ടാരങ്ങളിൽ, പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളുടെ കൊട്ടാരങ്ങളിൽ അത് പ്രകാശം പരത്തുന്നതായി ആ ഉമ്മ കണ്ടു. തീർച്ചയായും ആ സ്വപ്നത്തിൻ്റെ ഫലം കൂടിയാണ് ഞാൻ. പേർഷ്യയിലും റോമിലും അല്ല, ലോകത്ത് മുഴുവൻ ഇരുട്ടുകളെ മാറ്റി പ്രകാശം പരത്താൻ വേണ്ടി സിറാജൻ മുനീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അല്ലാഹുവിൻ്റെ പെർമിഷനോടുകൂടി അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തുകയും വെളിച്ചം നൽകുന്ന സിറാജായി, വിളക്കായി, പ്രകാശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, ബഹുദൈവാരാധനയുടെ, ഷിർക്കിൻ്റെ, ഖുറാഫാത്തിൻ്റെ, ബിദ്അത്തിൻ്റെ എല്ലാ ഇരുട്ടുകളെയും നീക്കി ശുദ്ധമായ തൗഹീദും ശുദ്ധമായ സുന്നത്തും ശുദ്ധമായ സംസ്കാരവും സ്ഥാപിക്കുന്ന മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും ആ പ്രവാചകന് നിയോഗം കാരുണ്യമാണ്, റഹ്മത്താണ്, സന്തോഷമാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിയോഗത്തിലൂടെ, പ്രവാചകനായി അവതരിപ്പിക്കപ്പെട്ടതിലൂടെ നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യം? ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ പ്രവാചകനെ എല്ലാ അർത്ഥത്തിലും റഹ്മത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് എന്നതാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നി അന റഹ്മത്തുൻ മുഹ്ദാത്തുൻ, തീർച്ചയായും ഞാൻ കാരുണ്യമായി നിയോഗിതനായിരിക്കുന്നു. ഇന്നി ബുഇസ്തു റഹ്മതൻ മുഹ്ദാത്ത്, ഞാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റഹ്മത്തായി കൊണ്ടും അതോടൊപ്പം മുഹ്ദാത്ത്, മാർഗദർശനം നൽകുന്ന ഹാദിയായി, മാർഗദർശകനായി, സന്മാർഗം സിദ്ധിച്ചവനും സന്മാർഗം നൽകുന്നവനുമായിട്ടാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ,
ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് പ്രവാചകരെ താങ്കൾ നിയോഗിതനായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റഹ്മത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത് ഹിദായത്തിൻ്റെ കാര്യമാണ്. ലോകത്തിന് ഹിദായത്ത് നൽകുന്നു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും വലിയ റഹ്മത്ത്. ശിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചു. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക്, അമ്പിയാക്കളെയും മൗലിയാക്കളെയും ജിന്നുകളെയും മലക്കുകളെയും വിഗ്രഹങ്ങളെയും എല്ലാം ആരാധിക്കുന്ന കൊടിയ ശിർക്കിൽ നിന്ന്, നരകത്തിൽ നിത്യവാസികളായിത്തീരുന്ന അപാരമായ അപകടത്തിൽ നിന്ന് മാനവ സമൂഹത്തെ രക്ഷിച്ച് തൗഹീദിൻ്റെ പാഠം പറഞ്ഞുകൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, തുഫ്ലിഹു, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, സൃഷ്ടികളെ ഒന്നിനെയും ആരാധിക്കരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിനു പുറമെ സമൂഹവും പൗരോഹിത്യവും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച സകല ചങ്ങലക്കെട്ടുകളെയും വലിച്ചെറിഞ്ഞ്, ഇതാ ഞാനാകുന്നു പ്രവാചകൻ, എന്നിലൂടെ പഠിപ്പിക്കപ്പെട്ടത് മാത്രമാണ് മതം, അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ പിൻപറ്റേണ്ടതില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മാത്രം പിൻപറ്റിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, ഈ മതത്തിൽ അതിലില്ലാത്ത ഒരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടും, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ഞാൻ പറയാത്ത ഒരു കാര്യം, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ആര് ചെയ്താലും ആര് പ്രവർത്തിച്ചാലും അതൊരു സൽക്കർമ്മമായി സ്വീകരിക്കപ്പെടുകയല്ല, മറിച്ച് അതൊരു ദുഷ്കർമ്മമായി തള്ളപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നിട്ട് സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ മതവിഷയത്തിൽ പിൻപറ്റേണ്ടത് ഖുർആനിനെയും സുന്നത്തിനെയുമാണ്. ഫഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഗ്രന്ഥങ്ങളിൽ വെച്ച്, വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആനാണ്. ചര്യകളിൽ വെച്ച് ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഏറ്റവും മോശപ്പെട്ട കാര്യം ആ ഖുർആനിലും സുന്നത്തിലുമില്ലാത്ത പുത്തനാചാരങ്ങൾ കൊണ്ടുവരലാണ്. അത്തരം പുത്തനാചാരങ്ങൾ ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും വലാലത്താണ്, ആ വലാലത്തുകളുടെ എല്ലാം സ്ഥാനം നരകവുമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ച് ഖുർആനിനെയും സുന്നത്തിനെയും ഫോളോ ചെയ്തുകൊണ്ട് വിജയികളാകാനാണ് റഹ്മത്തായ കാരുണ്യമായ ആ മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, മതവിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിനെ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. പ്രവാചകനിൽ നിന്ന് ഒരു മാർഗദർശനം സ്ഥിരപ്പെട്ടിട്ടും അതിനെതിരിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയും വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന മാർഗത്തിനപ്പുറത്തുള്ള ഒരു മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അവൻ തിരഞ്ഞെടുത്തേക്ക് അവനെ നാം തിരിച്ചുവിടുകയും നരകത്തിലിട്ട് അവനെ നാം എരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി. വഇൻ തുതിഊഹു തഹ്തദൂ, ആ പ്രവാചകനെ നിങ്ങൾ എപ്പോൾ പിൻപറ്റുന്നുവോ അപ്പോൾ നിങ്ങൾ സന്മാർഗത്തിലായിരിക്കും. എന്നാൽ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ ധിക്കരിക്കുന്നത് അവർ ഏറ്റവും വലിയ വഴികേടിലായിരിക്കും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇപ്രകാരം ഹിദായത്തിൻ്റെ മാനദണ്ഡമായി പഠിപ്പിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുമ്പോഴാണ് ഈ ശരിയായ ഹിദായത്തിൻ്റെ വഴിയിൽ നാം ആകുന്നത്. എപ്പോഴാണോ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളും ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ നാം ധിക്കരിക്കുകയും ചെയ്യുന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ നാം വലാലത്തിൻ്റെ വഴികളിലുമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാരുണ്യ
കാരുണ്യമായി നിയോഗിതനായ മഹാനായ ആ പ്രവാചകൻ്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം ആ മഹാനായ പ്രവാചകൻ്റെ നിയോഗത്തിൽ നാം സന്തോഷിക്കേണ്ടത് എന്ന ഏറ്റവും പ്രാഥമികമായ അറിവ് സത്യവിശ്വാസികളായ ആളുകൾക്കുണ്ടാകണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു. എല്ലാ നബിമാരും അവർക്ക് ഉത്തരം നൽകപ്പെടുന്ന ആ ദുആ ഭൂമിയിൽ വെച്ച് തന്നെ നിർവഹിച്ചു. എന്നാൽ വഇന്നിഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമ. പക്ഷേ എൻ്റെ ദുആ ഞാൻ ഇവിടെ വെച്ച് നടത്തുന്നില്ല. ഉത്തരം നൽകപ്പെടുന്ന ആ ഒരു ദുആ ലോകത്ത് കടന്നു വന്ന എല്ലാ നബിമാരും ദുനിയാവിൽ വെച്ച് തന്നെ നടത്തി. പക്ഷേ ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെക്കുകയാണ്. ഏതു സന്ദർഭത്തിലേക്ക്? ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് ശുപാർശ പറയാൻ വേണ്ടി. 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ഖിയാമത്ത് നാളിൽ വിചാരണയൊന്ന് വേഗം നടന്നു കിട്ടാനും സത്യവിശ്വാസികളായ ആളുകളെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനുമുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഏറ്റവും വലിയ ശഫാഅത്ത്, ഞാൻ ആ ശഫാഅത്തിന് വേണ്ടി എൻ്റെ ദുആയെ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ്. കാരണം ആ പ്രവാചകന് ഈ ഉമ്മത്തിനോടുള്ള സ്നേഹമാണ് ആ കാണിക്കുന്നത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനുകളോട് ഏറെ കാരുണ്യമുള്ളവനും ദയാലുവുമായ പ്രവാചകൻ, സത്യവിശ്വാസികളുടെ കാര്യത്തിൽ ഏറെ താല്പര്യമുള്ള പ്രവാചകൻ, മുഅ്മിനുകൾക്ക് എന്തൊരു പ്രയാസം നേരിട്ടാലും അത് ഏറെ വേദനിപ്പിക്കുന്ന പ്രവാചകൻ, ഈ ഉമ്മത്തിനെക്കുറിച്ച് സദാസമയവും ചിന്തിച്ച പ്രവാചകൻ. ആയിഷ, ഞാൻ എൻ്റെ നമസ്കാരത്തിൽ ഉടനീളം ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകൻ. ആ മഹാനായ പ്രവാചകൻ ഈ ഉമ്മത്തിനോട് ഏറെ കാരുണ്യം കാണിച്ച പ്രവാചകനാണ്. പക്ഷെ ആ പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി, ഇതാ അറിയുക, എൻ്റെ ഷഫായത്ത് എൻ്റെ ഷഫായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതിൽ വഞ്ചിതരാവരുത്. മറിച്ച് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. എൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്നത് ആർക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ഇഖ്ലാസോടുകൂടി പ്രഖ്യാപിച്ച് ജീവിച്ചവനാരോ അവനാണ് എൻ്റെ ഷഫാഅത്ത് ലഭിക്കുക. പ്രവാചകനെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും പ്രവാചകനോട് തന്നെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ ആരാധ്യനായി ഇലാഹാക്കി വെക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുകയില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരാൾക്കും അത് ലഭിക്കുകയില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും അത് ലഭിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ അർത്ഥവും പൊരുളും ആശയവും വിശാലതയും മനസ്സിലാക്കി ആ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിച്ചാൽ അവർക്കെൻ്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആ പ്രവാചകൻ്റെ ശഫാഅത്ത് ലഭിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ശരിക്കും ഉൾക്കൊണ്ട് ശുദ്ധ മുവഹിദുകളായി തീരുക. ഒരു നബിയോടും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഒരു വലിയനോടും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടുന്നതൊന്നും സൃഷ്ടികളിൽ നിന്ന് ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് ഇഷ്ടവുമല്ല എന്ന് നാം മനസ്സിലാക്കുക. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തിന് വേണ്ടി നിയോഗിച്ചയച്ച മഹാനായ പ്രവാചകൻ്റെ കാൽപാദങ്ങളെ, ആ പ്രവാചകൻ്റെ സുന്നത്തുകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുകയും ആ പ്രവാചകന് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും ചെയ്യുക. എങ്കിൽ നമുക്ക് വിജയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായിട്ടുള്ളത് ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും നന്മയും സ്ഥാപിക്കാൻ വേണ്ടി കൂടിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ
ആ മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഖദ് ഷഹിദ്തു ഹൽഫൻ മാ ഉഹിബ്ബു അന്ന ലീ ബിഹി ഹുംറൻ നിഅം വലൗ ഉദ്ആ ഫിൽ ഇസ്ലാമി ബിഹി ലഅജബ്തു. ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന, അറബികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ഒരു കരാറാണ് ഹിൽഫുൽ ഫുദൂൽ. എന്താണ് ഹിൽഫുൽ ഫുദൂൽ? അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഹുവ ദഅവത്തുൻ ഇല തആവുനി ബിൽ ബിർരി വത്തഖ്വ വ ഇലൽ ഇഖാമത്തി ബിൽ ഹഖ് വൽ അദ്ൽ. പുണ്യവും നന്മയും ഏതിലാണോ ഉള്ളത് അതിൽ പരസ്പരം സഹകരിക്കാനും സത്യവും നീതിയും നാട്ടിൽ സ്ഥാപിക്കുവാനും വേണ്ടിയുള്ള കരാർ. ഒരു രാജ്യത്ത് സമാധാനം വേണം, ശാന്തി വേണം, നീതി സ്ഥാപിക്കണം, ഹക്കിൻ്റെ ആളുകളുടെ കൂടെ നിൽക്കണം, അതിനുവേണ്ടിയുള്ള കരാറാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുനിയാവ് മുഴുവൻ മറ്റ് നിഅമത്തുകൾ എനിക്ക് നൽകിയാലും ഇത്തരം കരാറുകളാണ് എനിക്ക് അതിനേക്കാൾ വലുത്. ലോകത്തിലെ ജനങ്ങൾക്ക് ഭരണം നടത്തുന്ന, രാഷ്ട്രീയ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, തുച്ഛമായ ഭൗതിക ലാഭത്തിനു വേണ്ടി ഈ രാജ്യത്ത് കലാപവും അസമാധാനവും അശാന്തിയും സൃഷ്ടിക്കാനും ദുനിയാവിൽ എന്ത് നടന്നാലും വേണ്ടിയില്ല, ഞങ്ങളുടെ പോക്കറ്റുകൾ നിറഞ്ഞാൽ മതി എന്നാഗ്രഹിക്കുന്ന സ്വാർത്ഥംബരികളായ ആളുകൾക്ക് പാഠമാണ് കാരുണ്യത്തിൻ്റെ ഈ മഹാനായ പ്രവാചകൻ. എനിക്ക് നിങ്ങൾ എന്തെല്ലാം വിഭവങ്ങൾ നൽകിയാലും അതൊന്നും എനിക്ക് വേണ്ട, മറിച്ച് സത്യവും നീതിയും ഈ ഭൂമുഖത്ത് സ്ഥാപിക്കപ്പെടലാണ് വലുതെന്ന് പ്രഖ്യാപിച്ച മഹാനായ പ്രവാചകൻ. ആ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലായിരിക്കെ തത്തുല്യമായ കരാറിന് വേറെ ഏത് മതവിഭാഗങ്ങൾ ക്ഷണിച്ചാലും ആ കരാറിൽ ഞാൻ പങ്കെടുക്കും. കാരണം സമാധാനം വേണം, രാജ്യത്ത് ശാന്തി വേണം. മതങ്ങളുടെ പേരിൽ, മതചിഹ്നങ്ങളുടെ പേരിൽ, മത അടയാളങ്ങളുടെ പേരിലൊന്നും രാജ്യത്ത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല, കലാപങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ നയം, അതാണ് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. ഇസ്ലാം എന്ന മതത്തിൻ്റെ അർത്ഥം പോലും സമാധാനമാണ്. അതുകൊണ്ട് ലോകത്തിന് കാരുണ്യമായി നിയോഗിതനായ ആ മഹാനായ പ്രവാചകന്റെ സന്ദേശത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, മറിച്ച് ആ പ്രവാചകൻ സകല ജനങ്ങളിലേക്കുമുള്ള പ്രവാചകനാണ്. ആ പ്രവാചകന്റെ സന്ദേശത്തെ പഠിക്കാനും മനസ്സിലാക്കാനും ലോക ജനത തയ്യാറാവണം, ലോക രാഷ്ട്ര നേതാക്കൾ തയ്യാറാവണം എന്നാണ് നമുക്ക് തീർച്ചയായും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് മഹാനായ ആ പ്രവാചകൻ്റെ ജീവിതചര്യകളെ നാം ജീവിതത്തിൽ പിൻപറ്റുക. അതോടൊപ്പം നമുക്ക് വേണ്ടി ഉന്നതമായ തെളിഞ്ഞ ഈ ഒരു പാത നമുക്ക് വേണ്ടി നൽകിയ മഹാനായ ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്തും സലാമും നമ്മൾ നേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹു പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്താണ് അല്ലാഹുവിൻ്റെ സ്വലാത്ത്? സനാഉഹു ഫിൽ മലഇൽ അലാ, മലഉൽ അലയിൽ ആ പ്രവാചകനെ അല്ലാഹു ധാരാളമായി പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. മലക്കുകളാകട്ടെ ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ പ്രവാചകന് സ്വലാത്തുകൾ ചൊല്ലണം, നിങ്ങൾ പ്രവാചകന് സലാം നേരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരാണോ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നത്, അള്ളാഹു ആ വ്യക്തിയുടെ പ്രശംസ 10 തവണ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്ത അൻഹു 10 ഖതീഅ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാളുടെ 10 പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കൊടുക്കും. വറഫഅ ലഹു 10 ദറജാത്ത്, 10 പദവികൾ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല എൻ്റെ പേരിൽ ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത്, മാ അഹദുൻ യുസല്ലി അലയ്യ ഇല്ലാ സ്വല്ലത അലൈഹിൽ മലായികത്തു മാ ദാമ യുസല്ലി അലൈഹി. എൻ്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ വ്യക്തിയുടെ പേരിലും സ്വലാത്ത് ചൊല്ലും, ആ വ്യക്തിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒന്നുകൂടി പറഞ്ഞു, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത. എൻ്റെ പേരിൽ ആരാണോ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നത്, ഖിയാമത്ത് നാളിൽ അവരായിരിക്കും എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, സലാമുകൾ വർദ്ധിപ്പിക്കുക. തീർച്ചയായും ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നീങ്ങാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും അത് കാരണമായി തീരുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഒരു സ്വഹാബി പ്രവാചകനോട്, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ അങ്ങയുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, എങ്കിൽ യുക്ഫാ ഹമ്മുക വയുഗ്ഫറു ലക ദംബുക, എങ്കിൽ നിന്റെ സങ്കടങ്ങൾ ഇല്ലാതെയാകും. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും നിന്റെ സങ്കടങ്ങൾ ഇല്ലാതെയാകും, നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. കാരണം ആ മഹാനായ പ്രവാചകനെ ഉൾക്കൊള്ളലാണ് യഥാർത്ഥത്തിൽ ആ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത്. അത് കേവലം പ്രാർത്ഥനയിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് ആ പ്രവാചകന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നും ആ പ്രവാചകൻ കൽപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആ പ്രവാചകനെ പിൻപറ്റുകയാണ് വേണ്ടത്. ഇല്ല എങ്കിലോ ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ നിന്ന് തെറ്റിയ നിലക്കും ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിലുമാണ് നാം ജീവിക്കുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന ഫറതുകും അലൽ ഹൗൽ, ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ എത്തും. എന്തിനാണത്? എൻ്റെ ഉമ്മത്തിൽ ദാഹിക്കുന്ന ഒരാളും ഖിയാമത്ത് നാളിൽ ഇല്ലാതിരിക്കാൻ, എൻ്റെ ഉമ്മത്തിൽ വിശക്കുന്ന ഒരാളും ഖിയാമത്ത് നാളിൽ ഇല്ലാതിരിക്കാൻ, അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ എത്തും. അപ്പോഴതാ എൻ്റെ ഉമ്മത്ത് വരുന്നു ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ. പക്ഷേ ഒരു വിഭാഗത്തെ അള്ളാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. റസൂലുള്ള പറയും, അല്ലാഹുവേ, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവർക്ക് കൂടി ഞാൻ കുടിക്കാൻ കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നബിയെ, താങ്കളുടെ വഫാത്തിന് ശേഷം എന്തെല്ലാം ബിദ്അത്തുകളാണ് ഇവർ ഉണ്ടാക്കിയത്, മതത്തിലില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവന്നത് എന്ന് താങ്കൾക്കറിയാമോ? അത് താങ്കൾക്കറിയില്ല. അതുകൊണ്ട് താങ്കൾ പഠിപ്പിക്കാത്ത മതത്തിൻ്റെ ആളുകളാണവർ, താങ്കളുടെ അനുയായികളായി താങ്കൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഫസുഹഖൻ സുഹഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ബിദ്അത്തുകൾ കൊണ്ടുവന്നവരെ, എനിക്ക് ശേഷം മതത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയവരെ, നിങ്ങൾക്ക് വിദൂരം, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോ എന്നാണ് ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ആ നിർണായക ഘട്ടത്തിൽ പോലും പറയുന്നത്. ഏറെ കാരുണ്യവാനായ മഹാനായ ആ പ്രവാചകൻ ആ നിർണായക ഘട്ടത്തിൽ പോലും ഇത്തരം ആളുകളെ അകറ്റുമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റസൂലുള്ള പഠിപ്പിക്കാത്തതൊന്നും നമുക്ക് മതമായി കൂടാ, ആ റസൂല് പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഒന്നും നാം ചെയ്തുകൂടാ. അങ്ങനെയാണ് ആ പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്, അങ്ങനെയാണ് ആ പ്രവാചകനെ നാം പിൻപറ്റേണ്ടത്. പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കുക, പ്രവാചകൻ തള്ളാൻ പറഞ്ഞതിനെ നാം ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനെ ആ പ്രവാചകന്റെ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി നാം ജീവിച്ചു മരിച്ചു പോവുക. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിച്ചു മരിച്ചു പോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.